ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, 6 വയസ്സുകൊണ്ടാണ് ഒരു മുത്തശ്ശി പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് എവിടെ എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വേൾഡ് കപ്പിൽ കളി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തു പോവാതെ ഇടയ്ക്ക് വീണുപോയി എന്ന് കരുതുമ്പോൾ മടങ്ങിപ്പോകരുതെന്നുള്ള വലിയ മെസ്സേജ് നമുക്ക് ഈ കഴിഞ്ഞ കളികൾ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള അർജന്റീനയുടെ മാച്ച് നിങ്ങൾ കാണും. ആ മാച്ചിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കറിയാം, ആന്റണി ഗോർഡൻ നേടിയ ആ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ആന്റണി ഗോർഡൻ നേടിയ ഒരു ഗോളിന് ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഓരോ അർജന്റീനൻ ആരാധകന്റെയും മനസ്സ് പടച്ചിട്ടുണ്ടാകും. കളി എവിടെയായിരിക്കും, എവിടത്തേക്കാണ് പോവാന്ന് പറയാൻ കഴിയും. കളി അവർ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈജിപ്തിനെ പോലെയല്ല, കേപ്പ് വെർഡിനെ പോലെയല്ല, സ്വിറ്റ്സർലാൻഡിനെ പോലെയല്ല എന്നുള്ളത് എല്ലാവരും പറയും, എല്ലാവർക്കും അറിയുകയും ചെയ്യും. അയാളെ മനോഹരമായിട്ട് മാർക്ക് ചെയ്ത് അവരുടെ സ്ട്രാറ്റജി അയാളെ കൊണ്ട് സ്കോർ ചെയ്യാൻ അനുവദിപ്പിക്കാതെ കളി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് തീരുന്നത് വരെ, until it is done, it is never done, അത് തീരുന്നത് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തന്നെ പൂട്ടിയ എല്ലാ കാലുകളെയും മാന്ത്രിക മുന്നേറ്റങ്ങളോടെ തകർത്തെറിഞ്ഞിട്ട് അവസാനം ബോക്സിലേക്ക് കൊടുത്ത 2 അസിസ്റ്റ് കളിയുടെ അവസാന മിനിറ്റുകളിൽ അർജന്റീനയ്ക്ക് ഒരു വിജയം സമ്മാനിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളത് ഒരു കാര്യവും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാനുള്ളതല്ല. തോറ്റെന്ന് മറ്റുള്ളവർ വിധി എഴുതുമ്പോഴും അതിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന നമുക്ക് നൽകുന്ന ഒരു പാഠം. എല്ലാ ഫുട്ബോളിംഗ് ടീമെന്നും എല്ലാ അവരുടെ വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയല്ല. കഴിഞ്ഞ ദിവസം യൂണിസെഫ് ഒരു ചിത്രം പുറത്തിറക്കി. ആ യൂണിസെഫ് പുറത്തിറക്കിയ ഒരു ചിത്രത്തിൽ ഒരു ബാത്ടബിൽ ഒരു കുട്ടിയിരിക്കുന്നു. ഒരു ബാത്ടബിൽ ഒരു ചെറിയ കുട്ടിയിരിക്കുന്നു. 19 or 20 വയസ്സുള്ള ലയണൽ മെസ്സി, അന്നൊരു ഇന്റർനാഷണൽ ഫുട്ബോളറായി ശ്രദ്ധിക്കപ്പെട്ട മെസ്സി ആ കുട്ടിയുടെ അടുത്ത് അവിടെ നിന്ന് കളിപ്പിക്കുന്ന ഒരു ചിത്രം യൂണിസെഫിന് വേണ്ടി, സ്റ്റുഡന്റ് റൈറ്റ്സിന്റെ ചിൽഡ്രൻ റൈറ്റ്സിന്റെ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി യൂണിസെഫ് നടത്തുന്ന ഇടപെടലുകളുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വരിക. നിങ്ങൾ എങ്ങനെയാണ് ലോകം സഞ്ചരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാളെ അർജന്റീനയും സ്പെയിനും തമ്മിൽ പോരാടുമ്പോൾ 2 ടീമിന്റെയും അമരത്ത് നിന്ന് അതാത് ടീമുകളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഒരു വശത്ത് ലെമീൻ യമാൽ എന്ന് പണ്ട് മെസ്സി ബാത്ടബിലിരുത്തി കുളിപ്പിച്ച കുട്ടിയും ആ കുട്ടിയെ കുളിപ്പിച്ച മെസ്സിയും തമ്മിൽ ഫൈറ്റ് നടക്കുക. അപ്പോൾ ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ ഏജ് ഒരു ഘടകമാവുന്നില്ല. നിങ്ങൾ പഠിക്കുക. 39 വയസ്സ് ഫുട്ബോളിംഗ് ഏജിൽ വളരെ വലിയ പ്രായമാണ്. ആ 39 വയസ്സിൽ താൻ ബാത്ടബിലിരുത്തി കുളിപ്പിക്കുന്ന ചിത്രമെടുത്ത കുട്ടിയോടൊപ്പം ഫൈനൽ മത്സരിക്കുന്ന ലയണൽ മെസ്സിയുടെ എൻഡ്യൂറൻസ് എന്താണ് നിങ്ങൾ നോക്കുക. എത്ര വർഷത്തേക്കാണ് കൺസിസ്റ്റന്റ് ആയി ഹാർഡ് വർക്കിലൂടെ അയാൾ അവിടെ നിന്നത് നിങ്ങൾ നോക്കുക. തന്നെ കുളിപ്പിച്ച ഒരു ഐഡലിന് മുമ്പിൽ ഫൈനൽ കളിക്കാൻ വരുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ മാത്രമായിട്ടുള്ളൂ പറയുമ്പോൾ ലെമീൻ യമാലിന് മുമ്പിൽ ലോകം എത്ര ചെറിയ പ്രായത്തിലാണ് അയാൾ ലോകത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഏജ് ഒരു ബാരിയർ അല്ല, ഏരിയ ഒരു ബാരിയർ അല്ല, ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല. ടാലന്റിൽ വിശ്വസിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പാഷനേറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇടയ്ക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ പൊടി തട്ടി എഴുന്നേറ്റ് വന്ന് പിന്നെയും ഓടാൻ കൊല്ലത്തിന്റെ യുവത തീരുമാനിച്ചാൽ നാളെ ഈ നാട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ സംഗമം. അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കളോട്, നിങ്ങളുടെ അച്ഛനമ്മമാരോട്, ചിലപ്പോഴൊക്കെ നമ്മളെ ഇങ്ങനെ സ്ക്രൂ കയറ്റുന്ന, പലപ്പോഴും നമ്മളെ വഴക്ക് പറയുന്ന, പലപ്പോഴും നമ്മളെ ശല്യപ്പെടുത്തുന്ന, മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെക്കുന്ന, എപ്പോഴും പരാതിയും പരിവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നാൽ നിങ്ങൾ കണ്ണടച്ചുറങ്ങുമ്പോ എന്റെ കുട്ടിയെ കാത്തോളണേ എന്ന അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അച്ചീവ്മെന്റ് എന്ന് മറന്നു പോവാതെ ഈ സുഹൃത്തുക്കൾ, എക്കോസിസ്റ്റം, ടീച്ചേഴ്സ് എല്ലാവരെയും ഓർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര ഇങ്ങനെ നടത്തുന്നതിന്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ മിഠായിയുടെ രൂപത്തിലും പൊടിയുടെ രൂപത്തിലും സ്റ്റാമ്പിന്റെ രൂപത്തിലും ഒക്കെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന പലരും നമുക്കിടയിലേക്ക് വളർന്നു വരുന്നുണ്ട്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഇതിന്റെ കാരിയേഴ്സ് ആക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇതിന് അടിമകളാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങളിലേക്ക് ഡ്രഗ്സ് പകർന്നു തന്നിട്ട് അതിന്റെ പേരിൽ നിങ്ങളുടെ ബോധം നശിക്കുമ്പോൾ ആ ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറാണ് ലൈഫിലെ സന്തോഷമെന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അച്ഛനും അമ്മയും കൊല്ലാൻ മടിക്കാത്തവരായി മക്കളെ മാറ്റുന്നവരുണ്ട്. 5 പേരെ കുടുംബത്തിൽ കൊന്നൊരു മകന്റെ വാർത്ത തൊട്ടപ്പുറം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരളം വെറുങ്ങലിച്ച് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്ന മകന്റെ വാർത്ത താമരശ്ശേരിയിൽ നിന്ന് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ ബോധം നശിച്ചിട്ട് അതാണ് പ്ലഷർ, അതാണ് സന്തോഷം, അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ജോയ് എന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമുക്ക് തുരത്തേണ്ടതുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് ലക്ഷ്യം വെക്കുന്നത് നിങ്ങളെ സ്ട്രോങ് ആയി വളർത്താൻ വേണ്ടിയാണ്.
ഏത് സൗഹൃദത്തിന്റെ പേരിലും അത്തരം സംഗമങ്ങളിലേക്ക് നമ്മളെ ആര് ക്ഷണിച്ചാലും അതിന് നോ തന്നെ എന്ന് പറയണം. ഏത് നിമിഷത്തെ ദൗർബല്യത്തിന്റെ പേരിലും അത്തരം സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ ആരും നിങ്ങളെ പ്രചോദിപ്പിച്ചാലും ആരും നിങ്ങളെ സൗഹൃദം മിസ്യൂസ് ചെയ്താലും അരുതെന്ന് തന്നെ പറയണം. അത് നമുക്ക് വേണ്ട. ഞാൻ പറയുന്നു, പാടാൻ ഇവിടെ രമ്യ ഹരിദാസിനെ പോലെ പാട്ട് പാടാൻ, വരയ്ക്കാൻ, പൊതുപ്രവർത്തനം നടത്താൻ, പരീക്ഷയിൽ പാസ്സാവാൻ, മാർക്ക് വാങ്ങാൻ, ഓടാൻ, ചാടാൻ, നൃത്തം ചെയ്യാൻ എല്ലാം കഴിവുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ. ഇവിടെ ആർട്സും സ്പോർട്സും നമ്മുടെ മുമ്പിൽ ലഹരിയായിട്ടുണ്ട്. ഞാൻ പറയുന്നു, നാളെ രാത്രി 12:30 മണിക്ക് കളി കാണാനിരിക്കുന്ന അർജന്റീനൻ ആരാധകരും സ്പാനിഷ് ആരാധകരും അവര് മയക്കുമരുന്നിന്റെ അടിമകളായി കിട്ടുന്ന സന്തോഷത്തിനല്ല കാത്തു നിൽക്കുന്നത്. 90 മിനിറ്റിലോ അത് കഴിഞ്ഞുള്ള എക്സ്ട്രാ മിനിറ്റിലോ അവിടെ ഫുട്ബോളിംഗ് സ്കില്ല് തീർക്കുന്ന ആ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങൾ, ആ മികവുകൾ, ആ മത്സരം, വീഴ്ച, ജയം, പരാജയം, അതെല്ലാം നൽകുന്ന പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻ ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുള്ളപ്പോ ലഹരിയോട് ഉറക്കലോ എന്ന് പറയാൻ കൊല്ലത്തിന് സാധിക്കണം. മയക്കുമരുന്നിനെ പടിക്ക് പുറത്ത് നിർത്താൻ കൊല്ലത്തിന് സാധിക്കണം. അതുമായി വരുന്നവരെ തുരത്താൻ ഈ നാടിന് സാധിക്കട്ടെ. അതിന് പ്രചോദനമായി ഓപ്പറേഷൻ തൂഫാന്റെ വാരിയേഴ്സ് ഞങ്ങൾ ആരുമല്ല, നിങ്ങളാണ്, വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭാവി ശോഭനമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളെ കൺഫൈൻ ചെയ്ത് നിർത്താൻ ആർക്കും സാധിക്കില്ല. ബി കോൺഫിഡന്റ് ഇനഫ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. എവിടെ വീണ് പോയാലും എഴുന്നേറ്റ് നിൽക്കാൻ തീരുമാനിക്കുക, നടക്കാൻ തീരുമാനിക്കുക, ഓടാൻ തീരുമാനിക്കുക. നാളെ നിങ്ങളുടേതാണ്. അതിപ്പോഴാണ്. എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.